എല്ലാരും കല്യാണത്തിനൊക്കെ വന്നായിരുന്നു. അശ്വിനെ കണ്ടില്ലല്ലോ, ആരതി വന്നില്ല, ജോമോള് വന്നില്ല, എല്ലാരും ഇവിടെ പോയായിരുന്നു. അപ്പം ബുക്കൊക്കെ എടുത്തേ, പോർഷൻ ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാൻ. ടീച്ചറിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. സാരി എവിടുന്ന ടീച്ചറെ? ഈ സാരി ഇത് അമ്മായിയമ്മ മേടിച്ചു തന്നതാ. ടീച്ചറിന്റെ അമ്മായിയമ്മ പാവോ ദുഷ്ടയോ? പാവമാ, ദുഷ്ടയൊന്നുമല്ല, പാവം അമ്മായിയമ്മയാ. ഞാൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഞാൻ ഇനി ഈ ഒരു ഗെയിമിലൂടെ കാണത്തോളൂ. ഞാൻ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, ഞങ്ങളെ വിട്ട് പോവല്ലേ ടീച്ചറെ? കുട്ടി വരണ്ടായോ, അതുകൊണ്ടാ. ടീച്ചർക്ക് എന്താ ടീച്ചറെ രാത്രി ഉറക്കമില്ലേ? അടുത്ത ആരാ വായിക്കേണ്ടത്? വായിച്ചേ, ഓരോരുത്തർ വായിക്കേ. എനിക്ക് തലവേദനിക്കുന്നു, തലവേദന. അതാ, ഒരു മിനിറ്റ്. ഹലോ എടി ടീച്ചറിന്റെ നാണം കണ്ടില്ലേ ടീച്ചർ? ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോ വിളിക്കാം, പിള്ളേരൊക്കെ ശ്രദ്ധിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ HMന് പരാതി, എന്നെ വിളിച്ച് നിർത്തി 4 ഫയർ. എന്തുവാ? ഞാൻ നിങ്ങളെ കഷ്ടം കാണിക്കാൻ നടക്കുവാന്ന്. ഇവിടെ ഒരു സ്ലീവ്ലെസ് ഇപ്പൊ ചൂടായതുകൊണ്ട്, പിന്നെ എനിക്ക് ഇത്തിരി ഭാഷണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ സ്ലീവ്ലെസ് ഇട്ട്. അത് അവർക്കെന്തോ വേണം, അവരുടെ ദേഹത്തല്ലല്ലോ ഇട്ടേക്കുന്നത്, എന്റെ ദേഹത്തല്ലേ ഇട്ടേക്കുന്നത്. ഞാൻ പിന്നെ 2 വർത്താനം ഒന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് പ്രശ്നം, ഡാൻസ് കളിക്കുന്നതിന് പ്രശ്നം. ഈ സ്കൂളായൊന്നും പറയുന്നില്ല. എടാ എബിനെ, നിനക്ക് 37 മാർക്ക്. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്ന മാർക്ക്? 18. കഴിഞ്ഞ പ്രാവശ്യം 18 മാർക്ക്, അര മാർക്ക് കൂടി ഇട്ട് ഞാൻ 18 കൊടുത്തത് ജയിക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ അവന് 37 മാർക്കുണ്ട്. മിടുക്കൻ. എല്ലാരും ഒരു കൈയടി കൊടുത്തേടേ. മിടുക്കൻ. സാധാരണ എല്ലാവർക്കും ഫസ്റ്റ് ടൈമിൽ മാർക്ക് കൂടുകയും സെക്കൻഡ് ടൈമിൽ മാർക്ക് കുറയുകയും ചെയ്യുന്നത്. അവനെ കണ്ടു പഠിക്കണം. കണ്ടോ, അവൻ കഷ്ടപ്പെട്ട് മാർക്ക് ഒപ്പിച്ച കണ്ടോ? ആരുടെയും കണ്ടൊന്നും എഴുതിയതല്ലല്ലോ അല്ലേ, കോപ്പിയൊന്നും അല്ല ടീച്ചറെ. മിടുക്കൻ. ഇന്നത്തെ 17 മാർക്ക് മേടിച്ചവരൊക്കെ അര മാർക്ക് കൂടി ഇട്ട് ജയിച്ചു. 17 മാർക്ക് മേടിച്ചവരൊക്കെ പിന്നെ 1 മാർക്ക് കൂടി ഇട്ട് അങ്ങ് ജയിച്ച്. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ ഈ കൺസെഷൻ തരത്തില്ലേ ടീച്ചറെ? 16 ഇല്ല. അടുത്ത പ്രാവശ്യം 1.5 മാർക്ക് കൂടി മേടിച്ച് അങ്ങ് ജയിച്ചോണ്ടാ മതി. ഇപ്രാവശ്യം തോക്കട്ടെ. അതെന്താ, അത് ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് ഞാൻ സിലബസ് എല്ലാം പഠിപ്പിച്ചില്ലേ, പിന്നെ എന്താ? ശരി, 16.5 വരെ ജയിച്ച്, ബാക്കി അങ്ങോട്ട് തോറ്റു. 16 കൂടി. എന്തുവാടേ? ജയലക്ഷ്മി നന്നായിട്ട് ഡാൻസ് കളിക്കത്തില്ലേ? ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒക്കെ ഞാൻ കാണും ഡാൻസിന്റെ. പിന്നെന്താ തിരുവാതിരക്ക് ചേരാഞ്ഞത്? കോസ്റ്റ്യൂം ഇല്ല ടീച്ചറെ. കോസ്റ്റ്യൂം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഞാൻ കൊണ്ടുവരാം, എന്റെ ഒരു സാരി കൊണ്ടുവരാം. എന്റെ ബ്ലൗസ് കറക്റ്റ് ആയിരിക്കത്തില്ലേ? ഞാൻ കൊണ്ടുവരാം, പേര് കൊടുക്കും കേട്ടോ. നന്നായിട്ട് ഡാൻസ് കളിക്കും. ഞാൻ വീഡിയോക്കൊക്കെ ഞാൻ ലൈക്ക് ചെയ്യും. ടീച്ചറുടെ ഐഡിയ ഏതാ ടീച്ചറെ? അതങ്ങനെ പറയണ്ട. ഗുഡ് മോർണിംഗ്. എല്ലാരും ഇരുന്നേ. ഇതെന്തുവാടെ എല്ലാരും ചക്കരയും പീരയും പോലൊക്കെ ഇരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ റോൾ നമ്പർ ബേസിൽ ഇരുന്നാ മതിയെന്ന്. എണീറ്റോ. അമൽ, ആജിൽ എല്ലാരും എണീറ്റ്. മുഹമ്മദ്, എബിൻ എല്ലാരും എണീറ്റടാ. ഇവിടെ വന്ന് കൂട്ടം കൂടി ഇരുന്ന് കാര്യം പറഞ്ഞ ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കാനില്ലോടെ. ടീച്ചറെ 10 കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോത്തില്ലേ ടീച്ചറെ? അതാ പറഞ്ഞ 10ാം ക്ലാസ് ആണെന്നുള്ള വിചാരം വേണം, പഠിക്കണം. അല്ലെ കൂട്ടം കൂടി ഇരിക്കുകയല്ല ചെയ്യുന്നത്. ശരി, എന്റെ ക്ലാസ് മാത്രം ഇങ്ങനെ ഇരിക്കണം. മറ്റേ ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോ കറക്റ്റ് ആയിട്ട് റോൾ നമ്പർ ബേസിൽ ഇരിക്കണം. പിന്നെ എന്നെ അല്ലെ പിടിച്ചു നിർത്തി പോയിരിക്കും. കുമാരക നീ കേൾക്കണം, മത്സരാന്തം വെടിഞ്ഞെന്നു. മാനെ തന്നെ വെട്ടുന്ന ക്ലാസ്സിലല്ലല്ലോ, എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്? ബഹളം വെക്കേണ്ട, ഒന്നും ചെയ്യത്തില്ല. അത് അവിടെ വെട്ടിയിട്ട് അങ്ങ് പോകും. ടീച്ചറെ പേടിയാവുന്നു, ഇനി പഠിപ്പിക്കണ്ട ടീച്ചറെ? പഠിപ്പിക്കുന്നില്ല. ആ ജനലിങ് അടച്ചേ, പഠിപ്പിക്കണ്ട. ഇനി ബഹളം വെക്കാതെ മിണ്ടാതിരുന്ന് മഴ കണ്ടോ? മിണ്ടിയാനപ്പം ക്ലാസ് എടുക്കും. എല്ലാവരും വളരെ ഫ്രീ ആയിട്ടിരുന്ന് പഠിച്ചാൽ മതി, ഓവർ സ്ട്രെസ് വേണ്ട. ശ്രീവിദ്യ ടീച്ചറുടെ ക്ലാസ് ആണ്, അപ്പൊ ആ ഒരു ഫ്രീ ആയിട്ടിരുന്ന് എല്ലാവരും പഠിക്കുക. അപ്പൊ ഇന്നലത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ചോദ്യം ചോദിക്കട്ടെ, കടൽ മാർഗം വഴി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ സഞ്ചാരി ആരാ? ടീച്ചറെ എനിക്കറിയാം ടീച്ചറെ. പാർവതി പറയണ്ടായിരിക്കും. നീ എണീക്കടാ. വളരെ സ്ട്രെസ് റിലീഫ് ആയിട്ടും കൂളായിട്ടും ഇരുന്ന് പഠിക്കാവുന്നതാണ്. ശ്രീവിദ്യ ടീച്ചറുടെ ക്ലാസ് ആണ്. അപ്പൊ ഇന്നലെ നമ്മൾ തുർക്കിക്കാർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? പാർവതി പറയണ്ട, പാർവതി അവിടെ ഇരിക്കേ. എന്നാ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മറ്റൊരു പേരെന്താ? എന്താ പാർവതിയുടെ മുഖം പോയേ? പാർവതി പറ.
ഇന്നത്തെ ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ് അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഇന്നത്തെ ആഫ്രിക്കയുടെ തെക്കേ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ ചുറ്റി ഏഷ്യയിലേക്ക് വന്ന ആദ്യത്തെ വിദേശ സഞ്ചാരിയുടെ പേര് ബാർത്തലോമിയോ ഡയസ്. ആരാണ്? ആഫ്രിക്കയുടെ തെക്കേ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ ചുറ്റി ഏഷ്യയിലേക്ക് വന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി, കടൽമാർഗം വഴി ഏഷ്യയിലേക്ക് വന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി ആരാണ്? ബാർത്തലോമിയോ ഡയസ്. അപ്പം ആരും സ്ട്രെസ്ഡ് ആവണ്ട, വളരെ കൂളായിട്ടിരുന്ന് പഠിക്കാം. ശ്രീദേവി ടീച്ചറുടെ ക്ലാസ് ആണ്. അപ്പം 7 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെക്ട്, ഹെക്ട്. 8 കാർബൺ ആറ്റം ആണെങ്കിൽ എത്ര? ഒക്ട്. 9 ആണെങ്കിൽ നന്ന. കണ്ടില്ലേ മക്കളെ, ആ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു വൈകിട്ട് കളിക്കാൻ പോകും. ഇവിടെ ഞാൻ തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നു. നീ അവിടെ എന്തുവാടാ, നീ മഹാഭാവി കുഞ്ഞെ, നിന്റെ പ്രശ്നം എന്തുവാടാ? എന്ത് ഈ ക്ലാസ് എന്ത് ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാവോ? ഫിസിക്സ് അല്ല, കെമിസ്ട്രി. ദേഷ്യം വരുന്നു നിനക്ക്? മീശ കുരുത്തേന്റെ ദേഷ്യമാണോ നിനക്ക്? മീശ കുരുത്തേന്റെ വലിയ പുരുഷനായി എന്നുള്ള ഭാവമാണോ? ടീച്ചർ പ്രായം ചെന്നാൽ അവൾ എന്തെങ്കിലും അവിടെ നിന്ന് അലച്ചിട്ട് പോട്ടെ എന്നുള്ള മട്ടാണോ നിനക്ക്? നിന്റെ അച്ഛനും അമ്മയും ആ പൊരിയാണി വെയിലത്ത് അവറ്റകള് കഷ്ടപ്പെട്ട് എന്തോരം വെയിലത്താണ് കെട്ടിടം പണിക്കുന്നത്. എനിക്കറിയാം എന്റെ അച്ഛനെ അമ്മയും. നിനക്ക് ചോറ് കിട്ടി തന്നെ ആരാടാ? ആ ചോറ് ഇവിടെ വന്നിരുന്ന് ഉരുള ഉരുട്ടി വിഴുങ്ങുമ്പോഴെങ്കിലും അവറ്റങ്ങൾ കഷ്ടപ്പെടുന്ന 4 ലക്ഷണം പഠിക്കണമെന്ന് നിനക്കുണ്ടോ? ഹൃദയം ഉണ്ടോടാ നിനക്ക്? അവരെ ഈ പ്രായത്തിൽ പണിക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്നിരുന്ന് സൂഹിക്കാൻ നിനക്കൊരു ഹൃദയമുള്ളവനാണോ? എനിക്ക് വളരെ സങ്കടമുണ്ട് മോനെ നിന്റെ കാര്യത്തില്. ഈ ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ചെറുക്കനാ നീ. എന്നാ നിന്റെ അച്ഛനും അമ്മയും നിന്നെ നോക്കുന്നത് അതുപോലെ. നീ 100-ല് 2ഉം മുന്നിലിരിക്കുന്ന മനു 100-ല് 100ഉം മേടിച്ച നിന്റെ അച്ഛനും അമ്മയോടെ തോക്കുന്ന, അല്ല നമ്മളാരുമല്ല. പ്രായം ചെന്നവരാ പൊരിയാണി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന അവരാ തോക്കുന്നത്. നിനക്ക് പരീക്ഷ എഴുതണോ? പിന്നെ എന്താ ഇങ്ങനെ എന്താ? കരയാതെ. എനിക്ക് കരഞ്ഞിട്ട് എന്തുവാ? കരഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം. ഇനി മുതല് പഠിക്കുവോ? ഇനി മുതല് പഠിക്കാം. എന്തോ ഈ കാതയിൽ എന്തോ ഈ കമ്മലൊക്കെ എന്തുവോ അതൊക്കെ ഊരി ഷർട്ടൊക്കെ നേരെ ഇട്ട് മീശയൊക്കെ അങ്ങ് വടിച്ചു കളകട്ടെ. എപ്പോഴേ മീശയൊന്നും കിളിപ്പിക്കണ്ട. അതൊക്കെ അങ്ങ് വടിച്ചു കളഞ്ഞ ഒരു കുട്ടിയായിട്ട് വന്നിരുന്ന് പഠിക്കും. അല്ലാതെ ഒരു പ്രായം ചെന്ന മുതുക്കന്റെ കണക്ക് ഇവിടെ നിന്ന് വേലത്തരം കാണിക്കാതെ. മാതാപിതാ ഗുരു ദൈവം എന്നാ അവരെയൊക്കെ നിന്ദിക്കാതെ ഇരുന്ന് പഠിക്കാൻ നോക്ക് കേട്ടോ. ഇപ്പൊ പഠിച്ചാ സന്തോഷമായിട്ട് ജീവിക്കാം. നെറ്റിയിലെ കുറിയൊക്കെ മായ്ച്ചു കളഞ്ഞേടെ, അതൊന്നും വേണ്ട. ഇരി, സന്തോഷത്തോടെ ഇരിക്കും. ചിരിച്ചു വന്ന് നന്നായിട്ടൊന്ന് ചിരിച്ചേ. ഇനി സന്തോഷമായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. എല്ലാരും കൈയ്യടി കൊടുത്തോടെ, പഠിക്കും. പഠിക്കത്തിന്റെ മോനെ. അപ്പൊ ശ്രദ്ധിച്ചോ മക്കളെ, നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നത് എന്തുവാ? കെമിസ്ട്രി. 1+1 എന്തുവാ രാഹുലേ? 1+1 എന്തുവാ? 2. എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. 5x + 2 = 11x - 11 BP. അറിഞ്ഞൂടെ ടീച്ചറെ? അവൻ പറഞ്ഞ ഒരെണ്ണത്തിന്റെ ഉത്തരം ഈസി ആയിട്ടുള്ളത് കൊടുത്തു. ഈസി ഒന്നും അല്ല, എല്ലാം ഏറെക്കുറെ ഒരുപോലെയാ. ഈ പെമ്പിള്ളേരല്ലേലും അണിഞ്ഞൊരു ഇങ്ങോട്ട് വരുന്നത് ചുമ്മാ ഫാഷൻ പരേഡ് കാണിക്കാനാ. ഇതേപോലെ സിദ്ധാന്തം പറയുന്നത് അനുസരിച്ച് എന്തു മനു? ഒന്നുമില്ല ടീച്ചറെ. പറഞ്ഞോ? ഒന്നുമില്ല. എന്തു പറഞ്ഞേ? ടീച്ചർ ബ്ലഷ് ഇട്ടിട്ടുണ്ടോ ടീച്ചറെ? ബ്ലഷ് ഇട്ടടാ, കുറച്ച് ബ്ലഷ് ഇട്ടായിരുന്നു. അതനുസരിച്ച് എന്തോടോ? ഒന്നുമില്ല ടീച്ചറെ, കാണാൻ നല്ല രസമുണ്ടെന്ന്. എന്നെ കാണാൻ കൊള്ളാന്ന് എനിക്കറിയാം, ഇയാള് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഓടെ ഈ 2x-നകത്തുനിന്ന് നമ്മള് 1x എന്തുവാടോ? ഇത് പഠിപ്പിച്ചോണ്ടിരിക്കുവല്ലേ? സോൾവ് ചെയ്തോണ്ടിരിക്കുവാണോ? എന്റെ ഇടയിൽ കൂടി എനിക്ക് ഒരു വായേ ഉള്ളു. ഞാൻ ഒരു കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുവാണോ? മനു ശ്രദ്ധിക്കും.